സൂര്യശ്രീ ചേരുന്നുണ്ട്. കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്നാണ് സൂര്യശ്രീ ചേരുന്നത്. സൂര്യശ്രീ, എന്താണ് അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്ന തലയോലപ്പറമ്പ് സ്വദേശിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അവരുടെ പേര് ബിന്ദു എന്നാണ് എന്ന് ചില വിവരങ്ങൾ ഉണ്ടല്ലോ. എന്താണ് ആശുപത്രി അധികൃതർക്ക് പറയാനുള്ളത് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച്? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ മുമ്പിലേക്കാണ്. അവിടെ അപകടത്തിൽ സംഭവിച്ചവരെ എല്ലാം ഇവിടെ നിലവിൽ കാഷ്വാലിറ്റിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 4 പേരാണ് ഇത്തരത്തിൽ ഇവിടെ ചികിത്സ തേടിയെത്തിയിരിക്കുന്നത്. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആദ്യമൊക്കെ അറിഞ്ഞിരുന്നത് ബൈസ്റ്റാൻഡേഴ്സ് ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളടക്കം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിൽ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന നാദിർഷയുടെ അമ്മയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത്. എപ്പോഴായിരുന്നു? ഇന്ന് രാവിലെ ഒരു 10-11 മണിയോടായി. ഡോക്ടർമാരെല്ലാം വന്ന് കൗൺസിലിംഗ് കഴിഞ്ഞ് പോകുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ബെഡിൽ ഇരുന്ന് മോന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം കെട്ടിടം മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വീഴുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കട്ടിലോടുകൂടി മോനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. ഓടി ഇവിടെ വന്ന് ട്രോളി എടുത്ത് മുകളിൽ കൊണ്ടുവന്നപ്പം അവർ പറഞ്ഞ് 3ാമത്തെ ഭാഗത്തിൽ ചെന്നപ്പോൾ മേലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ജീവനല്ലേ വലുത്, നിങ്ങൾ കിട്ടുന്ന സ്ഥലത്തോട്ട് ഞങ്ങളിന്ന് കിടത്താൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ മേളത്തെ നിലയിൽ പോയിക്കോളാനെന്ന്. പരിക്കേറ്റിട്ടുണ്ടോ? പരിക്കേറ്റിട്ടുണ്ട്? ഇല്ല, മോനിപ്പോൾ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ മോനെ എടുത്തുകൊണ്ട് ഇവിടെ ഓടുന്നത്. അങ്ങനെ 3ാമത്തെ പറഞ്ഞ് അവർ ഇവിടെ പറഞ്ഞ് ഇവിടെ പറ്റത്തില്ല, നമുക്ക് സുരക്ഷിതമല്ലേ വലുത്. ആ ഒരു ഘട്ടത്തിൽ നമുക്കൊരു ഇതല്ലേ തരേണ്ടത്, നമുക്കവർ നമ്മുടെ സേഫ്റ്റി അല്ലേ അവർ നോക്കേണ്ടത്. അതിനിപ്പോൾ ഒരു 4ാമത്തെ നിലയിൽ പോകാൻ പറഞ്ഞു. 4ാമത്തെ നിലയിൽ പോയപ്പോൾ പറഞ്ഞ് ഇവിടെയും പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞത് ഞങ്ങളോട്. ഡോക്ടേഴ്സ് വന്ന് എഴുതാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് ഞങ്ങൾക്ക് ജീവനാണ് വലുത്, നിങ്ങൾക്ക് ഇതാണോ വലുതെന്ന് ചോദിച്ച്. ഡോക്ടേഴ്സ് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് സുരക്ഷിതമാക്കണ്ടേ. അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വേറെ സിസ്റ്റമായിട്ട് പറഞ്ഞ് കുഞ്ഞിനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. മോനെ ഇനി കൊണ്ടുവന്ന് 4ാമത്തെ നിലയിൽ തന്നെ വീണ്ടും അവിടെ കുഞ്ഞിനെ ബെഡ് തന്ന് അവിടെ ആക്കിയിട്ടുണ്ട്. ഇന്നലെ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതുപോലെ. ഞങ്ങൾ പാവത്തുങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത് മാഡം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു മെഡിസിനോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ തന്നില്ല. ഇത്തരത്തിൽ ഇത് തന്നെയാണ് വിജയകുമാർ ഇവിടുത്തെ അവസ്ഥ. നിരവധി ജില്ലകളിൽ നിന്ന് ചികിത്സ തേടി പല ജില്ലകളിൽ നിന്ന് ആളുകളാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ശൗചാലയത്തിൽ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വിടണമെങ്കിലും തൊട്ട് താഴെ തന്നെ ഓർത്തോ സർജറി വിഭാഗത്തിലെ കെട്ടിടമായതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളടക്കം നിലവിലുള്ള ഒരു ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അപകടം നടന്ന ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒടുവിൽ തലയോലപ്പറമ്പ് ബിന്ദു എന്നൊരു സ്ത്രീയാണ് ഇപ്പോൾ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് അടിയിൽ നിന്ന് ലഭിച്ചതെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചന. ഈ ബിന്ദുവിനെ കാണാനില്ലെന്ന് അപകടം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഭർത്താവൊക്കെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ ആ സമയങ്ങളിൽ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കെട്ടിടത്തിനടിയിൽ നിന്ന് ഒരു നൈറ്റി ധരിച്ച സ്ത്രീയാണ് ലഭിച്ചിരിക്കുന്നത്. അത് കാണാതായ ബിന്ദു എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന സൂചന. ഏതായാലും അവരുടെ ഭർത്താവ് തന്നെ ഇവരെ കാണാനില്ലെന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കാഷ്വാലിറ്റിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നമുക്ക് അറിയേണ്ടത് അതാണ്. എങ്ങനെ എന്ത് പരിക്കുണ്ട് അവർക്ക് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്നുണ്ടോ സൂര്യശ്രീ? നിലവിൽ ഇവരുടെ അവസ്ഥ ഇപ്പോൾ അബോധാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അപകടം കുറച്ച് പരിക്കുകൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. നിലവിൽ കാഷ്വാലിറ്റിയിൽ ഇവർ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ 4 പേരാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നത്. ബിന്ദുവിന്റെ പരിക്കുകൾ കുറച്ച് സാരമുള്ളത് തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ 2 പേരായിരുന്നല്ലോ പരിക്കേറ്റത്, നിസ്സാര പരിക്കേ ഉള്ളൂ എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞത്. അതുകൂടാതെ ഇപ്പോഴൊരാൾ ഇതിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പേരായി. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ കാഷ്വാലിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ? നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നതിൽ ഒരു കുട്ടിയും ഒരു സ്ത്രീയും അടക്കം ആണ് ആദ്യമേ എത്തിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒടുവിലായി ലഭിച്ച തലയോലപ്പറമ്പ് സ്വദേശിനിയെയും ഇവിടെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പുറത്തുനിന്ന് നമുക്ക് തരുന്ന വിവരം അനുസരിച്ചുള്ള ഇവിടെ ചികിത്സ നിലവിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരമാണ് ഇവിടുത്തെ ബൈസ്റ്റാൻഡേഴ്സ് തന്നെയാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. കാഷ്വാലിറ്റിയിലെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ 3 പേരാണ് കെട്ടിടത്തിന് അടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 പേരെ ആദ്യമേ തന്നെ രക്ഷിച്ചിരുന്നു. 3ാമതായി ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിയുടെ ശരീരാവശിഷ്ടം ലഭിച്ചിരിക്കുന്നത്. ഇവരിപ്പോൾ നിലവിൽ ഇവിടെ കാഷ്വാലിറ്റിയിൽ പരിശോധനയിൽ തുടരുകയാണ്. വിജയകുമാർ, ശരി. എന്തായാലും തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു
ബിന്ദുവിനെയാണ് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയത്. അവരുടെ പരിക്ക് കുറച്ച് സാരമുള്ളതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലുണ്ട്, അവിടെ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ പരിക്കേറ്റ 2 പേർ, അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. എന്നാൽ ഈ അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർക്കുൾപ്പെടെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടെന്നൊക്കെ അവരുടെ ബന്ധുക്കളും ഒപ്പമുള്ളവരും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക വിശദീകരണങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഒക്കെ അല്പസമയത്തിനകം നൽകുമെന്ന് കരുതാം.